ഗൈസ്, ഇന്നൊരു ഓഫുള്ള ദിവസമായിരുന്നു. അപ്പം ഞാനും എൻ്റെ റൂംമേറ്റ്സ് ആയിട്ട് ഇന്ന് ടൊറന്റോയിൽ പോവാണ്. അപ്പം എൻ്റെ റൂംമേറ്റ് സാനിയ, സോനു ഇവളുമാരുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. ഞങ്ങൾ പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം. അപ്പൊ ബൈ. ഞങ്ങളിപ്പം ബസ് എടുക്കാനായിട്ട് പോവാണ് ഇവിടുന്ന്. മുറ്റത്തെ പൂവ് നോക്കി വായി നോക്കി നിന്നിട്ട് ഞങ്ങളുടെ പുറകില് ഒത്തിരി ദൂരെ മാറി നടന്നു വരുന്നുണ്ട് സാനിയ. നമ്മുടെ വീടിന് നിയറസ്റ്റ് ആയിട്ടുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് എടുത്തിട്ട് നമ്മൾ ബ്രാംപ്ടണിലെ ഡൗൺ ടൗണിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് ഗോ ട്രെയിൻ എടുത്താണ് പിന്നെ ഇനി ടൊറന്റോയ്ക്ക് പോകേണ്ടത്. അങ്ങനെ നമ്മൾ ട്രെയിൻ എടുക്കാനായിട്ട് ഇവിടെ എത്തി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഗോ ട്രെയിനിൽ കയറുന്നത്. ഇവർ രണ്ടുപേരും മുന്നേ കയറിയിട്ടുണ്ടായിരുന്നു. ഞാനത് ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എനിക്ക് വന്നപ്പം ഫസ്റ്റ് മന്ത് തന്നെ ഒരു ജോബായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു ഫ്ലവർ ഷോപ്പിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് ട്രെയിനിങ് കിട്ടിയിരുന്നത് സ്കാർബ്രോയിലായിരുന്നു. അപ്പം ഞാൻ കൂടുതൽ എടുത്തിരുന്നത് ഗോ ബസ് ആയിരുന്നു. അപ്പം അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിരുന്നു ശരിക്കും പറഞ്ഞോളൂ. വളരെ നല്ലൊരിതാണ്. ആർക്കും വഴി അറിയത്തില്ല, എനിക്ക്. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ എത്തിയിരിക്കുകയാണ്. അപ്പം ഞങ്ങളങ്ങ് പോയച്ചു തരാം. ഗോ ട്രെയിനിൽ ഞാൻ ഫസ്റ്റ് ടൈം ആയത് കാരണം ഞാൻ സൈഡ് സീറ്റാണ് പ്രിഫർ ചെയ്തത്. അങ്ങനെ കുറേ നേരം കാഴ്ചകളൊക്കെ കണ്ടിങ്ങിലിരുന്നു. അതിൻ്റെ കുറച്ച് ഷോർട്സ് ഇവിടെ ഇടാം. അങ്ങനെ ഞങ്ങൾ ടൊറന്റോയിൽ യൂണിയൻ സ്റ്റേഷനിലാണ് ട്രെയിൻ ഇറങ്ങി വന്നത്. എന്നിട്ട് അതിലേ ഇങ്ങനെ നടന്നു. ഇനി അടുത്ത കണക്ഷൻ എന്താണ് എടുക്കേണ്ടതെന്നുള്ളത് ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് ഇങ്ങനെ നോക്കി പോവുകയാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് ഞാൻ ആദ്യമായിട്ടാണ് യൂണിയൻ സ്റ്റേഷനിൽ പോകുന്നത്. ഇവരൊക്കെ മുന്നേ പോയിട്ടുള്ളതാണ്. ഞാനിവിടെ വന്നിട്ട് 6 മന്ത് ആയെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഞാൻ ബസ്സിലായിരുന്നു കൂടുതൽ ട്രാവൽ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇവിടെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും കാര്യമായിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. എനിക്കത്ര അറിവില്ല. നമ്മുടെ ഗൈഡ് സാനിയുടെ കയ്യിലാണ് ടൊറന്റോ. അപ്പോൾ സാനിയാണ് നമ്മളെ ഗൈഡ് ചെയ്ത് എന്നെയും സോനുവിനെയും കൊണ്ടുപോകുന്നത്. വാവ്, സോനുവിൻ്റെ കണ്ണ് സെഫോറ കണ്ട് മഞ്ഞളിച്ചിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ സെഫോറയിൽ കയറിയിട്ട് ഞങ്ങൾ കുറച്ച് പെർഫ്യൂംസൊക്കെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കി. പിന്നെ ലിപ്സ്റ്റിക് ഷെയ്ഡ്, ബ്ലഷ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, മേക്കപ്പ് ഐറ്റംസൊക്കെ ഒന്ന് തപ്പി ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് കുറേ നേരം സമയം പോകുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി. അല്ലെ പിന്നെ നമ്മൾ വിചാരിച്ച കാര്യം, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം തന്നെ ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ നടക്കത്തില്ല. നമുക്ക് 2 സ്ഥലത്താണ് പോകാനുള്ളത്. എന്നിട്ട് പിന്നെ നമുക്ക് സിനിമയും കൂടെ കാണാം എന്നുള്ളൊരു പ്ലാനാണ്. തുടരും മൂവി കാണണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നടത്തേണ്ടത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി.
ചെറിയ വിലയുള്ളതുകൊണ്ട് സാനി ഇത് മേടിക്കാൻ. നമ്മൾ യൂണിയനിൽ നിന്ന് സ്ട്രീറ്റ് കാർ എടുത്തിട്ടാണ് ടൊറൻറ്റോയ്ക്ക് പോകുന്നത്. അപ്പം ആ കാണുന്നതാണ് CN ടവർ. നമ്മള് ചൈന ടൗൺ കാണാനാണ് സാനി ഇപ്പൊ നമ്മളെ കൊണ്ടുവന്നേക്കുന്നത്. നമുക്ക് നോക്കാം ഇവിടെ എന്താ കാണാനുള്ളത്. ടൊറൻറ്റോ ആണെന്ന് പറഞ്ഞ സാനി നമ്മളെ കൊണ്ടുവന്നേക്കുന്നത് ഒരു പൊട്ട സ്ഥലത്താണ്. അങ്ങനെ ഞങ്ങൾ ചൈന ടൗണിൽ വന്നിട്ട് പ്രത്യേകിച്ചൊന്നും അവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടൊന്നും തോന്നിയില്ല. ജസ്റ്റ് ഒരു സ്ട്രീറ്റ് മാത്രമാണ്. അപ്പം നമ്മൾ ചൈനീസിൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു ബേക്ക് ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് ബേക്ക്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുകയാണ്. ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു ഇതിന് മുന്നേ. അപ്പം അതൊക്കെ ഒന്ന് നമ്മൾ സ്വീറ്റാണ് എല്ലാം. അങ്ങനെ ഒന്ന് എല്ലാം ട്രൈ ചെയ്തിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. മുട്ടയുടെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഒന്നുകൂടെ.
സോനു സേ ഹായ്. ഹായ്. ആ തുള്ളിച്ചാടി പോകുന്ന സാധനമാണ് റാക്കോൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള ഒരു ജീവിയാണ്. ഉപദ്രവിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. അതിങ്ങനെ ഇത്രയും ആളുപേരുള്ള ഈ റോഡിൽ കൂടി നടക്കുമായിരുന്നു. നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ചൈന ടൗൺ കാണാൻ പോയിട്ട് അവിടെ ഒന്നും കാണാനില്ലായിരുന്നു. അങ്ങനെ നമ്മൾ റിവർഡെയിൽ പാർക്കിൽ വന്നു. എന്താണ് ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ടൊറൻറ്റോയിൽ റിവർഡെയിൽ പാർക്കിലാണ്. നമ്മൾ ഫസ്റ്റ് പോയത് ചൈന ടൗൺ ആണ് നമ്മൾ ആദ്യം കാണിച്ചത്. അവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ലാത്ത കാരണം സാനിയ യൂട്യൂബിൽ നോക്കി തപ്പിയെടുത്ത അടുത്ത ഡെസ്റ്റിനേഷനാണ്. നമ്മൾ സൺസെറ്റ് കാണാനായിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ നിറയെ ആൾക്കാരുണ്ട്. സമ്മർ ആയതുകൊണ്ടായിരിക്കാം എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങി നിറയെ തിരക്കുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ സൺസെറ്റൊക്കെ കണ്ടു കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ തിരിച്ചു പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടുത്തെ സൺസെറ്റൊക്കെ കാണിച്ചു തരാം. ബൈ. ബ്രാംപ്ടണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനമുണ്ട്. കാനഡയിലാണെന്ന് തോന്നും. ബ്രാംപ്ടണിലാണെങ്കിൽ മൊത്തം നോർത്ത് ഇന്ത്യൻസ് ആണുള്ളത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഭയങ്കര ഡിലേ ആയിപ്പോയായിരുന്നു. നമ്മൾ ഒരു ഓഫ് ഡേ ആയത് കാരണം ലേറ്റായിട്ട് എണീറ്റ് അങ്ങനെ ഉച്ച കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പം തന്നെ. അപ്പോൾ നമ്മൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. യോർക്ക് സിനിമാസിലായിരുന്നു. അപ്പം അത് 11 മണീൻ്റെ ഷോ ആയിരുന്നു. നമുക്കൊക്കെ വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ കറക്റ്റ് ടൈമിൽ നമുക്ക് എത്തണം. ഇതിനിടയ്ക്ക് ഫുഡ് കഴിക്കാൻ കയറി കഴിഞ്ഞാൽ എന്താകും എന്നൊക്കെ ഉള്ളൊരു ടെൻഷനിലായിരുന്നു ഞങ്ങൾ. പിന്നെ ഈ 11 മണീൻ്റെ ഷോയ്ക്ക് കയറി നമ്മൾ വെളുപ്പിനെയാവും എന്തായാലും വീട്ടിലെത്താനും. അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു നമുക്ക്. എങ്ങനെ കറക്റ്റ് സമയത്ത് അവിടെ എത്തും, ഫുഡും കഴിക്കണം, എങ്ങനെ ഇത് മാനേജ് ചെയ്യണം എന്നുള്ള അറിയത്തില്ലായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ ടിമ്മിലെത്തി ഗൈസ്. അങ്ങനെ നമ്മൾ മൂവി എല്ലാം കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും അറൗണ്ട് ഒരു 2 AM ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഊബറൊക്കെ എടുത്ത് വീട്ടിൽ വന്നു. എല്ലാവർക്കും രാവിലെ ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.